ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എജുബി. ഇന്ന് ബയോളജിയുടെ അടുത്ത ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ടോപ്പിക്ക്? നിങ്ങൾ കണ്ടു അല്ലേ, പ്ലാന്റ് ഹോർമോൺസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ ഹ്യൂമൻ ബീങ്സിലും എന്തുണ്ട്, ഹോർമോൺസ് ഉണ്ട്. എന്തിനു സഹായിക്കുന്നു? നമ്മുടെ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യാനും നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനും വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ അതുപോലെ പ്ലാന്റ്സിലും എന്തുണ്ട്, ഹോർമോൺസ് ഉണ്ട്. അവ എങ്ങനെ സഹായിക്കുന്നു അല്ലെങ്കിൽ അവ ഏതെല്ലാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ഒരു പ്ലാന്റ് ഹോർമോൺ എന്ന് പറയുന്നത്? പ്ലാന്റ് ഹോർമോൺ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എന്താണ് ഞാനിപ്പം പറഞ്ഞതുപോലെ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ വളർച്ചയ്ക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നത്? കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് റെഗുലേറ്റ് പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്നവയാണ് പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നത്. എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട് അല്ലേ? അപ്പൊ 5 എണ്ണം ഉണ്ട്. 5 എണ്ണം മാത്രമല്ല, വേറെ ഒരു 2 എണ്ണവും കൂടെ വരും. അപ്പൊ എത്രയായി? 7 എണ്ണം ഉണ്ട്. ഏതൊക്കെ 7 എണ്ണമാണ്? ഓക്സിൻ ഉണ്ട്, സൈറ്റോകൈനിൻ ഉണ്ട്, ഗിബ്രലിൻ ഉണ്ട്. ഇവ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആണ്. ദെൻ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് എത്തിലീൻ ഉണ്ട്, അബ്സിസിക് ആസിഡ് ഉണ്ട്. ഇവ കൂടാതെ ഫ്ലോർജിൻ, ട്രൊമാറ്റിനും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഫ്ലോർജിൻ, ട്രൊമാറ്റിനിൻ ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 5 എണ്ണം ഉണ്ട്. മൊത്തം 7 പ്ലാന്റ് ഹോർമോൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ 7 എണ്ണത്തിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതിനെ കുറിച്ചായിരിക്കും? ഓക്സിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ഒന്നും കൂടെ പറയാണ്, നമ്മൾ ആദ്യം പഠിക്കുന്ന 3 ഗ്രോത്തും പ്രൊമോട്ടേഴ്സ് ആണ്. അതായത് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് മീൻസ് അവരുടെ വളർച്ച പ്രൊമോട്ട് ചെയ്യും, വളർച്ച റെഗുലേറ്റ് ചെയ്യും. മറ്റത് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്. എന്താണ്? പ്ലാന്റ്സിന്റെ വളർച്ച ഇൻഹിബിറ്റ് ചെയ്യും, തടയും. അപ്പൊ എങ്ങനെ തടയും എന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ ആദ്യത്തെ പ്രൊമോട്ടേഴ്സിൽ ആരെ പഠിക്കും? നമ്മൾ ഓക്സിനെ പഠിക്കും അല്ലെ? ഓക്സിൻ. ഓക്കെ, ഓക്സിന്റെ പ്രത്യേകത എന്താ? ആരാ കണ്ടുപിടിച്ചേക്കുന്ന? ഡാർവിൻ ആണ് അല്ലെ? ചാൾസ് ഡാർവിൻ. നമുക്കറിയാം ഡാർവിൻ ആരാ? നമ്മുടെ ഇവല്യൂഷൻ തിയറിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡാർവിൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ആദ്യമായി എന്ത് ചെയ്യുന്നത്? ഒരു പ്ലാന്റ് ഹോർമോൺ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യമായി പ്ലാന്റ് ഹോർമോൺ കണ്ടുപിടിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഡാർവിനായി. ആദ്യത്തെ പ്ലാന്റ് ഹോർമോൺ ഏതാണ് എന്ന് ചോദിച്ചാലും നമുക്ക് എന്തായി? ഓക്സിൻ ആണ് ആദ്യത്തെ പ്ലാന്റ് ഹോർമോൺ. ഇനി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്. പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഇനി പ്ലാന്റ് ബെൻഡ് ടുവേർഡ്സ് ലൈറ്റ് ഡ്യൂ ടു ഓക്സിൻ ഫോട്ടോട്രോപിക് മൂവ്മെന്റ് അല്ലെ? എന്താണ്? ലൈറ്റിന് ഇതായിട്ടായിരിക്കും നമ്മുടെ ചെടി വളരുക. ഇപ്പോൾ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ചെടിച്ചട്ടി ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ അത് നിങ്ങളുടെ കൈ തട്ടിയോ അല്ലെങ്കിൽ സൈക്കിളോ ബൈക്കോ എന്തെങ്കിലും തട്ടി ചരിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ 2 ദിവസം ആ ചെടിച്ചട്ടിയിൽ നേരെ ആയിരിക്കും. ഇപ്പം ഇതാണ് എൻ്റെ ചെടിച്ചട്ടി എന്ന് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതിലൊരു പ്ലാന്റ് ഉണ്ട്. ഓക്കെ, 2 ദിവസം അതിങ്ങനെ തന്നെ ആയിരിക്കും കിടക്കുക അല്ലെ? 2-3 ദിവസം. കുറച്ച് കഴിയുമ്പോൾ ആരും നൂത്ത് വയ്ക്കാതെ ആകുമ്പം പ്ലാന്റ് എങ്ങനെ വളരും? ഇവിടെ നിന്നൊരു ഡീവിയേഷൻ എടുത്ത് വളരും അല്ലേ? അത് കാരണം എന്താണ്? ലൈറ്റിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ലൈറ്റ് ഏത് ഭാഗത്ത് നിന്നാണോ വരുന്നത് ആ ഭാഗത്തേക്ക് എന്താണ്? ചെടി വളരാൻ തുടങ്ങും. ആ ലൈറ്റിന് പറയുന്നതാണ് ഫോട്ടോട്രോപിക് മൂവ്മെന്റ്. പ്രകാശമുള്ള സ്ഥലത്തേക്ക് ചെടി വളരുന്ന കാര്യത്തിനാണ് ഫോട്ടോട്രോപിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിനു വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ ആരെന്ന് പറയുന്നത്? ഓക്സിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഈ ഒരു പിക്ചർ നോക്കിയേ. ഇവിടെ ഇപ്പം സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ടാണ് അടിക്കുന്നത് ചെടിയിൽ. ആ സമയത്ത് ഓക്സിജന്റെ ഇതെന്ന് പറയുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈവൻ ആയിട്ടായിരിക്കും ഓക്സിജൻ കിടക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വെൻ സൺ ഈസ് ഓവർ ഹെഡ് ഓക്സിജൻ ഗെറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈവൻലി ഓൺ ഓൾ സൈഡ്സ് അല്ലെ? എല്ലാ സൈഡിലും ഓക്സിജൻ ഈവൻലി ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ വളർച്ചയും എന്തായിരിക്കും? വളർച്ചയും പ്രോപ്പറായിട്ട് നേരെ ആയിരിക്കും വളരുന്നത്. ഇനി അതേസമയം സൂര്യപ്രകാശം സൈഡിൽ നിന്ന് അടിക്കുന്ന ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് സൂര്യപ്രകാശം ഈ സൈഡിൽ നിന്ന് അടിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? നമ്മുടെ ഓക്സിജൻസ് ഒരു സൈഡിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും അല്ലെ? ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ സെല്ല് എന്ത് ചെയ്യും? ഇലോങ്ങേറ്റ് ചെയ്യും, അതായത് വലുതാവും.
ഓക്കെ, ഇവിടുത്തെ സെല്ലിൻ്റെയും എലോങ്ങേറ്റ് ചെയ്യും. അങ്ങനെ എലോങ്ങേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? ഒരു സൈഡിലേക്ക് ചെടി വളരാൻ തുടങ്ങും. ഓക്കെ, മനസ്സിലായോ എന്താ സംഭവം എന്ന്? നേരത്തെ സൂര്യപ്രകാശം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓക്സിജൻ ഈവൻലി ആയിരിക്കും സ്പ്രെഡ് ചെയ്ത് കിടക്കുക. അതേസമയം സൈഡിൽ നിന്ന് ആയിരിക്കും സൂര്യപ്രകാശം അടിക്കുന്നതെങ്കിൽ ഓക്സിജൻ അതിൻ്റെ ഇപ്പം ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു സൈഡിലാണ് സൂര്യപ്രകാശം അടിക്കുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്താണ് ഓക്സിജൻ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് സെൽ എലങ്ങേഷൻ സംഭവിച്ച് പ്രകാശമുള്ള ദിശയിലേക്ക് എന്ത് ചെയ്യും? ചെടിയെ വളരാൻ സഹായിക്കും. ആര്? ഓക്സിജൻ. അതുപോലെ ഓക്സിജൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വൺ വേ ട്രാൻസ്പോർട്ട് എന്നാണ് പറയുന്നത്. അതായത് ഇവ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അതല്ലെങ്കിൽ സ്റ്റെം സെൽസിൻ്റെ ടിപ്പിൽ, അല്ലെങ്കിൽ ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് ടിഷ്യൂസ് നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനത്തെ ടിഷ്യൂസിൽ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് ഇവ കാണുക. കാരണം എന്നാലേ സെല്ലിനെ എലോങ്ങേറ്റ് മീൻസ് പ്ലാന്റിൻ്റെ എലോങ്ങേഷന് അത് സഹായിക്കുള്ളൂ. അപ്പോൾ സ്റ്റെം ടു റൂട്ട് ആയിരിക്കും ഇവരുടെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. സ്റ്റെമ്മിൽ കൂടുതലാണ്, അവിടെ നിന്ന് കുറഞ്ഞായിരിക്കും എവിടേക്ക് വരിക? റൂട്ടിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ എന്താ ഫോട്ടോട്രോപിക് മൂവ്മെന്റ് എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ? പ്ലാന്റ് ബെൻഡ് ടുവേർഡ്സ് ലൈറ്റ് ഡ്യൂ ടു ഓക്സിജൻ ഫോട്ടോട്രോപിക് മൂവ്മെന്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് കോൺസെൻട്രേഷൻ ഹയസ്റ്റ് അറ്റ് ദ ടോപ്പ്. കോൺസെൻട്രേഷൻ എവിടെ ആയിരിക്കും? ടോപ്പിലായിരിക്കും കൂടുതൽ. അവിടെ നിന്ന് റൂട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ആസ് കമ്മിങ് ക്ലോസർ ടു റൂട്ട്സിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും കോൺസെൻട്രേഷൻ. ട്രാൻസ്പോർട്ട് ഇൻ വൺ വേ ഡയറക്ഷൻ. ഈ ട്രാൻസ്പോർട്ട് സ്റ്റെമ്മിൻ ടിപ്പ് ടു റൂട്ടിനെയാണ് വൺ വേ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി നാച്ചുറൽ ഓക്സിജൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ പൊതുവെ പ്രകൃതിയിൽ കാണപ്പെടുന്ന 2 ഓക്സിജൻസ് ആണ്. ഏതൊക്കെയെന്ന് പറയുന്നത്? ഓക്കെ, ഇൻഡോൾ 3 അസറ്റേറ്റ്. ഇൻഡോൾ 3 അസറ്റേറ്റ് അല്ലെങ്കിൽ എന്ത് പറയാം? ഓക്കെ, ഇൻഡോൾ 3 അസറ്റേറ്റ് അല്ലെങ്കിൽ IAA എന്ന് പറയും. അതായത് ഹ്യൂമൻ യൂറിനിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഓക്സിജൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഈ ഇൻഡോൾ 3 അസറ്റേറ്റ് ആണ്. ഇത് ഒരു നാച്ചുറൽ ഓക്സിജൻ ആണ്. അതുപോലെ മറ്റൊരു നേച്ചർ ഓക്സിജൻ ആണ് എന്തെന്നാണ്? IBA, ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇവ രണ്ടും എന്താണ്? നാച്ചുറൽ ഓക്സിജൻ ആണ്. ഓക്കെ, ഇവ രണ്ടുപേരും എന്താണ്? നാച്ചുറൽ ഓക്സിജൻ ആണ്. അപ്പോൾ ഹ്യൂമൻ യൂറിനിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഓക്സിജൻ ഏതാ? അത് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂ. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓക്സിജനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ആര്? ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. സൈറ്റോകൈനിൻ അല്ലേ? സൈറ്റോകൈനിൻ. സൈറ്റോ എന്ന വേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ് അല്ലേ? എന്താണ്? സെല്ലുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വേർഡാണ് സൈറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ സെൽ ഡിവിഷൻസ് ആയിക്കോ. ഇപ്പം സെൽ ഡിവിഷൻ എന്താ പറയുക? പ്രോസസ് ഓഫ് സെൽ ഡിവിഷൻ സൈറ്റോകൈനിസിസ് അല്ലേ? അപ്പോൾ അതുപോലെ സൈറ്റോകൈനിൻസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഹോർമോൺ ആണ്. എന്തിനെ സഹായിക്കുന്നുള്ളത്? സെല്ല് ഡിവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ്. ഇവിടുന്ന് ഹെൽപ്സ് ഇൻ റാപ്പിഡ് സെൽ ഡിവിഷൻ. ഇനി എങ്ങനെയാണ് സൈറ്റോകൈനിൻ എങ്ങനെ അത് ചെടികളിൽ ഹെൽപ്പ് ചെയ്യും? സൈറ്റോകൈൻസ് കൂടുതലുണ്ടെങ്കിൽ അവിടെ മൈറ്റോസിസ്, സെൽ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? മൈറ്റോസിസ്. നമ്മൾ സെല്ലിൻ്റെ ക്ലാസ്സിൽ സെൽ ഡിവിഷൻ പറഞ്ഞതാണ്. സെല്ല് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റോകൈനിൻ കൂടുതലുണ്ടെങ്കിൽ മൈറ്റോസിസ് കൂടുതലായിരിക്കും. മൈറ്റോസിസ് കൂടുതലാണെങ്കിൽ സെൽസ് മൾട്ടിപ്പിൾ ചെയ്യുന്ന വേഗത കൂടുതലായിരിക്കും. അങ്ങനെ ഒരുപാട് സെല്ലുകൾ വന്നാൽ എന്ത് ചെയ്യും? പ്ലാന്റിന്റെ ഗ്രോത്ത് പെട്ടെന്ന് നടക്കും. ഓക്കെ, മനസ്സിലായോ എന്താ സംഭവിച്ച? സൈറ്റോകൈനിൻ കൂടുതലാണെങ്കിൽ മൈറ്റോസിസ് പെട്ടെന്ന് നടക്കും. മൈറ്റോസിസ് കൂടുതലാണെങ്കിൽ സെല്ലുകൾ പെട്ടെന്ന് ജനിക്കും. സെല്ലുകൾ പെട്ടെന്ന് ജനിച്ചാൽ പ്ലാന്റിന്റെ ഗ്രോത്തും പെട്ടെന്നായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സൈറ്റോകൈനിനെ കുറിച്ച് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താ ഉള്ളത്? ഗിബെർലിൻ.
ഓക്കെ, ഗിബറലിൻ എന്ന് പറയുന്നത് സ്റ്റെം എലോങ്ങേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന, അതായത് സ്റ്റെം എലോങ്ങേറ്റ് ചെയ്യാൻ മീൻസ് എന്താ, സ്റ്റെം നീളം വയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഗിബറലിൻ എന്ന് പറയുന്നത്. മെയിൻ പോയിന്റ് ഇതാണ്, എന്താണ്, ബ്രേക്ക് സീഡ് ഡോർമെൻസി. എന്താണ് സീഡ് ഡോർമെൻസി ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ സീഡിൽ ഇപ്പം ഇതാണ് എൻ്റെ സീഡെന്ന് വെച്ചാൽ, സോറി ഓക്കെ, ഇതാണ് എൻ്റെ സീഡ്. ഓക്കെ, എൻ്റെ സീഡിൽ എന്തുണ്ട്, ഇവിടെ ആയിട്ട് ആര് വരും, റാഡിക്കിൾ വരും അല്ലേ. ഇവിടെ ആയിട്ട് ആര് വരും, റാഡിക്കിൾ വരും. ഈ റാഡിക്കിള് എന്താണ് മോഡിഫൈ ചെയ്തിട്ടാണ് നമുക്ക് റൂട്ട് ഫോം ചെയ്യുന്നത് അല്ലേ. റാഡിക്കിൾ എലോങ്ങേറ്റ് റാഡിക്കിളിൽ നിന്നാണ് റൂട്ട് ഫോം ചെയ്യുന്നത്, അവിടെ നിന്ന് റൂട്ട് ഹെയർസ് ഫോം ചെയ്യുന്നതും. അപ്പോൾ ഈ റാഡിക്കിൾ ഈ സീഡിൽ നിന്ന് പൊട്ടി വരണ്ടേ, അപ്പോൾ അങ്ങനെ പൊട്ടി വരുന്നതാണ് ഡോർമെൻസി എന്ന് പറയുന്നത്. അപ്പം ബ്രേക്ക് സീഡ് ഡോർമെൻസി, സീഡ് റാഡിക്കിൾ പൊട്ടി വരാൻ വേണ്ടി സഹായിക്കുന്നതാരാ, ഗിബറലിനാണ്. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത്, ജെർമിനേഷൻ. ജെർമിനേഷൻ എന്ന് വെച്ചാൽ സീഡ് വെച്ചിട്ട് റൂട്ട് വരുന്നു, റൂട്ടിൽ നിന്ന് റൂട്ട് ഹെയർ വന്നിട്ട് അതിന് എന്താണ് ജനിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊരു ചെടിയാവാൻ വേണ്ടി സഹായിക്കുന്നു. ദെൻ ഫ്ലവറിങ് അറിയാലോ, ഒരു ചെടിയിൽ പൂവ് വരാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഗിബറലിൻ. ഗിബറലിൻ കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഖുറോസോവ എന്ന് പറയുന്നത്, ഖുറോസോവ. ഓക്കെ, ഗിബറലിൻ കണ്ടുപിടിച്ച ആളുടെ പേരാണ്. ഓക്കെ, ഗിബറലിൻ ആണ് സ്റ്റെം എലോങ്ങേഷൻ, ജെർമിനേഷൻ, ഫ്ലവറിങ്, ബ്രേക്ക്, സീഡ് ഡോർമെൻസി. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും എന്താ ഇത് ഇത്രയോ ഉള്ളോ എന്ന് നിങ്ങൾ വിചാരിക്കും. ആക്ച്വലി നമുക്ക് ഇത്രയും മതി. ഇപ്പം പറഞ്ഞു വരികയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മളൊരു എക്സാം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഈ വക കാര്യത്തിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളായിരിക്കും അവർ ചോദിക്കുക. അപ്പം അത്രയും അറിയുക, നമുക്ക് ഒരു സബ്ജക്റ്റ് ഇൻ ഡെപ്ത് ആയിട്ടല്ലല്ലോ പോകണ്ടേ. ഓക്കെ, അതുകൊണ്ടാണ് ചെറിയ പോയിന്റ്സ് ആയിട്ട് തരുന്നത്. ദെൻ എന്താണ്, അബ്സിസിക് ആസിഡ് മറ്റൊരു ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. ഓക്കെ, എന്താണ് ഇത്, ഇൻഹിബിറ്റ് ചെയ്യും അല്ലെ. എന്താണ് ഇൻഹിബിറ്റ് ചെയ്യുക, തടയും. ഒരു ചെടിയുടെ വളർച്ച എന്തിനാ അതിൻ്റെ ഹോർമോൺ തന്നെ തടയുന്നത്, വല്ല ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പൊ ഹോർമോൺ എന്ന് വെച്ചാൽ ചെടിയുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യണം, അതെങ്ങനെ ഇൻഹിബിറ്റർ ആവും? അത് ഇൻഹിബിറ്റർ ആവുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എല്ലാ സീസൺസും ഒരുപോലെയാണോ? അല്ല, സീസൺസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചില സമയം എന്ത് ചെയ്യും, നമുക്ക് നല്ല എമൗണ്ട് ഓഫ് വാട്ടർ കിട്ടും. ചില സമയം എന്ത് ചെയ്യും, വളരെ കുറച്ചായിരിക്കും വാട്ടർ കിട്ടും, ചിലപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. അതായത് ഈ വരൾച്ച സമയത്ത്. അപ്പോൾ വരൾച്ച സമയത്ത് ചെടി എന്താ വിചാരിക്കാം, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് സർവൈവ് ചെയ്ത് പോകണം അല്ലേ, ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകണം എനിക്ക്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ജെർമിനേഷൻ അല്ലെങ്കിൽ സീഡ് ഡോർമെൻസി ഇത് പ്രൊമോട്ട് ചെയ്താൽ അത്രയും എമൗണ്ട് ഓഫ് വാട്ടർ ആ ചെടിക്ക് ആവശ്യമായിട്ട് വരും. അതേസമയം അതിപ്പോൾ അതൊന്ന് തടഞ്ഞു വെക്കുകയാണെങ്കിൽ അതിൻ്റെ സർവൈവ് ചെയ്യാനുള്ള വെള്ളം മതി അതിന് അല്ലേ, അതായത് കുറച്ച് വെള്ളം മാത്രം മതി. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അബ്സിസിക് ആസിഡ് ഒരു ഇൻഹിബിറ്ററായിട്ട് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഹിബിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. പിന്നെ സ്റ്റൊമാറ്റൽ ഓപ്പണിങ് ഇത് തടഞ്ഞു വെക്കും. അതായത് സ്റ്റൊമാറ്റയിൽ കൂടെയാണ് നമുക്ക് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്, നമ്മൾ പഠിക്കും. കൂടാതെ നമ്മൾ ഈ ഗ്യാസ് എക്സ്ചേഞ്ച് സമയത്ത് ചെടി ഒരു ചെറിയ എമൗണ്ടിൽ വാട്ടർ വേപ്പറും റിലീസ് ചെയ്യും. അപ്പോൾ ഈ വരൾച്ച സമയത്ത് എവിടെയാണ് ഈ വാട്ടർ വേപ്പർ റിലീസ് ചെയ്യാനുള്ളത്? അപ്പോൾ അതെന്ത് ചെയ്യും, സ്റ്റൊമാറ്റൽ ഓപ്പണിങ് എന്ത് ചെയ്യും, ആ ക്ലോസിങ്ങും ഓപ്പണിങ്ങും എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. അതിനും ആര് സഹായിക്കും, അബ്സിസിക് ആസിഡ് സഹായിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു ഇൻഹിബിറ്റർ ആയ എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. സീഡ് ഡോർമെൻസി ബ്രേക്ക് ചെയ്യാതെ അത് ക്ലോസ് ആയിട്ടിരിക്കാൻ തന്നെ ഇത് ഇൻഹിബിറ്റ് ചെയ്യും. മറ്റൊന്ന് സ്റ്റൊമാറ്റ, നമ്മുടെ ലീഫിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരൻ ടൈനി പൂസ് ആണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ആ സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എന്ത് ചെയ്യും, ഇത് ഇൻഹിബിറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ അബ്സിസിക് ആസിഡ് ആയി. നെക്സ്റ്റ് അടുത്തത് എന്ന് പറയുന്നത്, അടുത്ത ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് എത്തിലീൻ ആണ് അല്ലേ. ഉള്ള നമ്മുടെ 7 ഹോർമോണുകളിൽ ഒരേ ഒരു ഹോർമോണാണ് ഗേഷ്യസ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നത്. അപ്പോൾ only plant hormone that exist in gaseous state.
ഓക്കെ, ഗ്യാസ് രൂപത്തിൽ കാണപ്പെടുന്ന ഒരേ ഒരു ഹോർമോണാണ് എന്തെന്ന് പറയുന്നത്, എത്തിലീൻ എന്ന് പറയുന്നത്. എത്തിലീൻ എന്തിനെ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫ്രൂട്ട്സ് മെയിൻലി സഹായിക്കുന്നത് പഴങ്ങൾ പഴുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ്, ഇപ്പം ഉള്ള കാലം ഒരു ചെടിയിൽ ഒരു ഇല അനങ്ങാതെ നിൽക്കുമോ? ഇല്ല അല്ലേ. ഒരു സമയം കഴിയുമ്പോൾ ഇപ്പോൾ ഇത്ര 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇല മഞ്ഞ കളറായും അല്ലെ, യെല്ലോ കളറായിട്ട് പിന്നെ അത് നോർമലി ഞെട്ടറ്റ് വീഴുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പീറ്റിയോള് കട്ടായി അത് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇല എങ്ങനെ യെല്ലോയിഷ് കളറാവുന്നു, അത് എങ്ങനെ എന്താണ് നമ്മുടെ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നു, അതിന് സഹായിക്കുന്നതാണ് എത്തിലീൻ. സെപ്പറേഷൻ ഓഫ് ലീവ്സ്, ഫ്ലവർ, ഫ്രൂട്ട്സ്. ഓക്കെ, അതായത് മാങ്ങയായാലും ഇപ്പോൾ മറ്റെന്ത് ഫ്രൂട്ട്സ് ആയാലും പഴുത്ത് കഴിഞ്ഞ് ഞെട്ടറ്റ് വീഴാൻ വേണ്ടിയിട്ട് ഫ്ലവറിനെയും ലീവ്സിനെയൊക്കെ ചെടിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്, എത്തിലീനാണ്. നമുക്ക് ഉള്ള പ്ലാന്റ് ഹോർമോണിൽ ആർട്ടിഫിഷ്യലി റൈപ്പനിങ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റൈപ്പനിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഹോർമോണാണ് എത്തിലീൻ എന്ന് പറയുന്നത്. അതാണ് എത്തിലീൻ. ഗ്യാസ് അടുപ്പിച്ച് ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ കല്ല് വെച്ച് പഴുപ്പിക്കാന്നൊക്കെ പറയില്ലേ, ഈ മാങ്ങയൊക്കെ നാട്ടിൽ കൊണ്ടുവന്ന് അത് കല്ല് വെച്ച് പഴുപ്പിച്ചത് എന്നൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. അപ്പോൾ ആ കല്ലാണ് എന്തെന്ന്, കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? എന്താണ് എത്തിലീനാണ്. നമ്മൾ 7 പ്ലാന്റ് ഹോർമോൺസ് ആണ് ഉള്ളത്, അതിൽ 5 എണ്ണം നമ്മൾ പഠിച്ചു. ഇനി അല്ലാതെ നമ്മൾ 7 എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരേ ഒരു ഗ്യാഷ്യസ് ഹോർമോണാണ് എത്തിലീൻ എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ് റൈപ്പൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നെ എന്താണ്, ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ആ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ടും എത്തിലീൻ ഗ്യാസിൻ്റെ സഹായത്തോടെയാണ് സെപ്പറേറ്റായി വീഴുന്നത്. ദെൻ ആർട്ടിഫിഷ്യലി യൂസ് ചെയ്യുന്ന, അതായത് റൈപ്പനിങ് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസാണ് എത്തിലീൻ ഗ്യാസ്. ആർട്ടിഫിഷ്യലി അത് മേക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കാൽഷ്യം കാർബൈഡ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത 2 പറയുന്നത് എന്താണ്, ഫ്ലോറിജൻസും ട്രൊമാറ്റിനുമാണ്. ഫ്ലോറിജൻസും ട്രൊമാറ്റിനുമാണ്. ഫ്ലോറിജൻസ് അല്ലേ, എന്താ ഫ്ലോർ അല്ലെങ്കിൽ ഫ്ലോറി എന്നൊക്കെയുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫ്ലവർ എന്നാണ് അർത്ഥം അല്ലേ, ഇൻഫ്ലോറസെൻസ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഫ്ലോറിജൻസ് എന്ന് വെച്ചാൽ ഫ്ലവർ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ചെടിയിൽ പൂവ് വരാൻ സഹായിക്കുന്നവയാണ് ഫ്ലോറിജൻസ് എന്ന് പറയാം. ഒരു ചെടിയിൽ പൂവ് വരാൻ സഹായിക്കുന്നവയാണ് ഫ്ലോറിജൻസ് എന്ന് പറയാം. ഇനി ട്രോമാറ്റിൻ, എന്താ ട്രോമാറ്റിൻ? ട്രോമ അല്ല, മെൻ്റൽ ട്രോമ എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരുപാട് കേട്ടിട്ടുണ്ട് മീൻസ് നമ്മൾ ഈ യൂട്യൂബ് ഷോർട്സിലും അല്ലാതെ ആരെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂസിലും നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ട്രോമ എന്ന് പറഞ്ഞാൽ വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും വന്നൊരു ഇഞ്ചുറി, അത് തുടർന്നുള്ള ഒരു സങ്കടം അല്ലേ. അതുപോലെ ട്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇഞ്ചേർഡ് പ്ലാന്റ് സെല്ല് മാറാൻ, അതായത് ഇപ്പോൾ ഒരു പ്ലാന്റിന് ഇഞ്ചുറി പറ്റിയെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഇഞ്ചുറി പറ്റുന്നത്, ഈ ഇഞ്ചുറി മാറ്റി അത് നോർമൽ ഫോമിലേക്ക് കൊണ്ടുവരണ്ടേ. അപ്പം ആ നോർമൽ ഫോമിലേക്ക് കൊണ്ടുവരാൻ ഒരു ചെടിയെ സഹായിക്കുന്നവയാണ് ട്രോമാറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺസ്. ഓക്കെ, അതായത് ഒരു പ്ലാന്റിന് എന്തെങ്കിലും ഇപ്പോൾ വെട്ടേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ, ബേർഡ്സ് തന്നെ മുറിവുണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള മുറിവുകളിൽ ആ ഇഞ്ചുറി മാറ്റി അതിനെ നോർമൽ ഫങ്ഷനിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഹോർമോണാണ് ട്രോമാറ്റിൻ. അപ്പോൾ നമ്മൾ 7 ഹോർമോൺസും ഇവിടെ പഠിച്ചിരിക്കുകയാണ്. ഓക്കെ, 7 ഹോർമോൺസും നമ്മളിവിടെ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്ന ഇതൊക്കെ, ഈ വാക്കുകളൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു 2x സ്പീഡിലിട്ട് ഈ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കൂ, നോട്ട് എഴുതിയിട്ട് ജസ്റ്റ് അത് റിവൈസ് ചെയ്യുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ ആകുമ്പം നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. താങ്ക് യു.